നമസ്കാരം. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിന്റെ ഒരു മാധ്യമമായ ബിഡ്സ് എന്ന മാധ്യമ മാഗസിൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുമൊക്കെ ബിഡ്സ് ഒരു ലേഖനമായി ഒരു ലേഖകൻ പുറത്തുവിടുകയുണ്ടായിരുന്നു. ബിഡ്സിന്റെ മാസികയിലാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നത്. രാഹുലിന് ഹിന്ദു പെണ്ണുങ്ങളുമായി ഒരു തരത്തിലുമുള്ള പ്രണയബന്ധങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും കൂടുതലായി രാഹുലിന് മുസ്ലിം ക്രിസ്ത്യൻ പെണ്ണുങ്ങളോടായിരുന്നു പ്രണയം എന്നുമായിരുന്നു ആ ലേഖനത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിലൊന്ന് അഫ്ഗാനിസ്ഥാനിലെ രാജകുമാരിയുമായിട്ടും രണ്ടാമത്തേത് ഒരു സ്പാനിഷ് നടിയുമായിട്ടും മൂന്നാമത്തേത് വെറോണിക്ക കാട്ട്ലി എന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ആയിരുന്നു നീണ്ട കാലമായ ഒരു പ്രണയം. വെറോണിക്ക കാട്ട്ലിയിൽ രാഹുലിന് 2 മക്കളുണ്ട് എന്ന ആരോപണം ഈ ലേഖനത്തിൽ ലേഖകൻ ആരോപിക്കുകയുണ്ടായി, ബിഡ്സ് എന്ന ലേഖനം വഴി. വെറോണിക്ക കാട്ട്ലിയുമായി ചേർന്ന് രാഹുൽ ആരംഭിച്ച ഷെൽ കമ്പനികൾ, അതിലെ ദുരൂഹ ഇടപാടുകളും എല്ലാം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ലേഖനത്തിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഭാവി പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിക്കാണിക്കുന്ന രാഹുലിന് 3 രാജ്യങ്ങളുടെ പൗരത്വം ഉണ്ട് എന്ന ഗുരുതരമായ ഒരു ആരോപണം ലേഖനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ബിഡ്സ് ഉന്നയിച്ച വസ്തുതകൾ വാസ്തവമാണോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒന്നും തന്നെ ഇതിനെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഈ ലേഖനത്തിൽ തുടർച്ചയായി ബിഡ്സ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതായത് ഈ ആഴ്ച പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ബിഡ്സ് എന്ന ലേഖനത്തിൽ പറയുന്നത് സോണിയാഗാന്ധി ഒരു ISI ഏജന്റ് ആണെന്ന് ബിഡ്സ് പറയുന്നുണ്ട്. ഈ ലേഖനത്തിൽ പറയുന്നത് ആദ്യകാലം മുതൽ, അതായത് രാജീവ് ഗാന്ധിയെ വിവാഹം കഴിക്കുന്നത് മുമ്പ് തന്നെ ISI സോണിയാഗാന്ധിയെ റിക്രൂട്ട് ചെയ്തിരുന്നുവെന്നും ഇന്ദിരാഗാന്ധിയുടെ രഹസ്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് സോണിയാഗാന്ധി ഇന്ത്യയുടെ മരുമകളായിട്ട് എത്തിയതുമെന്നും ഇപ്പോഴും സോണിയാഗാന്ധി ISIയുമായിട്ട് ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നും 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം കുറിച്ച തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം പാകിസ്ഥാനിലെ ISI മേധാവിക്ക് സോണിയാഗാന്ധി പലതവണ നരേന്ദ്രമോദിയെ വധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നാണ് ബിഡ്സ് ഇപ്പോൾ നിലവിൽ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് എന്താണെന്നാൽ 2014 നവംബർ മാസം 7-ാം തീയതി വരെ ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സോണിയാഗാന്ധിക്ക് വലിയ തോതിലൊരു ബന്ധമുണ്ടായിരുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ് അതീവ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. BJP ഒരുപാട് കാലം ഭാരതം ഭരിക്കുമെന്ന തോന്നൽ സോണിയാഗാന്ധിക്ക് ഉണ്ടാവുകയും മോദിയെ ഇല്ലാതാക്കാൻ ISI ഏജന്റിനെ സമീപിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ബിഡ്സ് എന്ന മാധ്യമ സ്ഥാപനം അവർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സോണിയാഗാന്ധി ഇറ്റലി പൗരത്വമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആന്റിയോ മേനോ എന്ന പേരിലാണ് സോണിയാഗാന്ധി, യഥാർത്ഥ പേര് അങ്ങനെയാണ്. ഇറ്റലിയിൽ താമസിച്ചപ്പോൾ സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര് ആന്റണിയോ മേനോ എന്ന പേരാണ്. ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് സോണിയാഗാന്ധി എന്ന പേരിലേക്ക് വരുന്നത്. സോണിയാഗാന്ധി ഈ ഗാന്ധി എന്ന സോണിയാഗാന്ധിയുടെ പേരിന്റെ അറ്റത്ത് ഗാന്ധി എന്ന പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അർത്ഥവുമില്ല. ഗാന്ധി എന്ന പേര് സോണിയ, വെറും സോണിയ തന്നെയാണ്. അതിനുമുമ്പ് ബിഡ്സ് ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടെ പുറത്തുവിട്ടിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ ഭർത്താവ് രാജീവ് ഗാന്ധിയാണ്. പക്ഷെ രാജീവ് ഗാന്ധിക്ക് മുന്നേ സോണിയാഗാന്ധി വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും ആ ബന്ധം രാജീവ് ഗാന്ധിയെ കല്യാണം കഴിച്ചതിന് ശേഷവും ആ ബന്ധം നിലനിർന്നു പോകുന്നു എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബിഡ്സ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എന്താണ് സത്യാവസ്ഥ എന്നത് കേന്ദ്ര സർക്കാർ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പല രാജ്യങ്ങളിലുമായിട്ട് പൗരത്വമുണ്ട് എന്നൊരു റിപ്പോർട്ടും ബിഡ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെ പറ്റി കുറെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബിഡ്സ് കഴിഞ്ഞ ആഴ്ചകളായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതെല്ലാം വാസ്തവമാണോ എന്നൊക്കെ വ്യക്തമായ ഒരു അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ റോ ഇവരെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ബിഡ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് നിസ്സാരമായിട്ട് നമുക്കത് കാണാൻ സാധിക്കില്ല എന്നതാണ് വ്യക്തം.